അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്കെയും നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ അതിവേഗത്തിൽ അള്ളാഹുവിന്റെ ഉത്തരം നാം ചോദിക്കുന്ന കാര്യം തന്നെ റബ്ബ് നമുക്ക് തരാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ഈ ഒരു ദിക്റ് ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് അള്ളാഹു തആല ഉത്തരം കൊടുത്തിരിക്കും. ഒരാൾ ദുആ ചെയ്ത് അവസാനമായി ഈ ദിക്ർ ചൊല്ലിയാലും ആ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അള്ളാഹു തആല ഉത്തരം കൊടുത്തിരിക്കും. അത്രയും മഹത്വമുള്ള ഒരു ദിക്റാണ്. നാം ദുആ ചെയ്യാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. എപ്പോഴും നാം ദുആ ചെയ്യുന്നവരായിരിക്കണം. ദുനിയാവിൽ ചിലപ്പോൾ തന്നില്ലെങ്കിലും ആഖിറത്തിൽ തരും. ചിലപ്പോൾ ചോദിക്കുന്ന കാര്യം നമുക്കത് ഖൈറല്ലെങ്കിൽ അത് വേറൊരു മാർഗവുമായി അള്ളാഹു തആല നമുക്കതിന് ഉത്തരം തന്നിരിക്കും. അള്ളാഹു തആല അർഹമുർ റഹീമാണ്. അവൻ വല്ലാത്ത കാരുണ്യവാനാണ്. അള്ളാഹുവാണ് ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അള്ളാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മെ നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ദിക്ർ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒരു മലക്കുണ്ട്. ആ മലക്കിനിക്കുള്ള ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ആ മലക്കിനിക്ക് അള്ളാഹു തആല കൊടുത്ത ചുമതല, ഒരാൾ യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്നൊരാൾ 3 തവണ ചൊല്ലിയാൽ കാലൽ മലക്ക്, ഈ മലക്ക് ആ മനുഷ്യനോട് പറയുമത്രേ, ഇന്ന അർഹമർ റഹീമീൻ ഖദ് അക്ബല അലൈക ഫസ്അൽ. അല്ലാഹു തആല അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. നീ റബ്ബിനോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, അവൻ തരാൻ റെഡിയാണ്. അത്രയും മഹത്വമുള്ള ദിക്റാണ് യാ അർഹമർ റഹീമീൻ. അപ്പോൾ നമുക്ക് യാ അർഹമർ റഹീമീൻ എന്ന് 3 തവണ ചൊല്ലിയാൽ അവൻ പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉറപ്പാണ് ഉത്തരം. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം കൊടുത്തിരിക്കും. അതേപോലെ തന്നെ ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആഇന്റെ അവസാനമായി യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലി ദുആഇനെ സ്വലാത്തോടു കൂടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിരിക്കും. അതിവേഗത്തിൽ അദ്ദേഹം ചോദിക്കുന്ന കാര്യം റബ്ബ് കൊടുത്തിരിക്കുമെന്ന് നമുക്ക് ഹദീസിൽ തന്നെ കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയുടെ ഒടുവിൽ യാ അർഹമർ റഹീം എന്ന ദിക്ർ ഇനി മുതൽ ചൊല്ലണം. ഇനി ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം യാ അർഹമർ റഹീമീൻ 3 തവണ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം കൊടുത്തിരിക്കുമെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാവരും പതിവാക്കണം. അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.